പരിശുദ്ധമായ ഈ രാവുകളിൽ അല്ലാഹുവിലേക്ക് കരഞ്ഞു ദുആ ചെയ്യേണ്ട ദിവസമാണ്. തഹജ്ജുദ് ഒഴിവാക്കാതെ നമ്മുടെ കുടുംബങ്ങളോട്, നമ്മുടെ സുഹൃത്തുക്കളോട് പറയാനുള്ളത് തഹജ്ജുദ് ഉപേക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകരുത്. എങ്ങനെയെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കുന്ന സ്വഭാവത്തിലേക്ക് നമ്മൾ വളരണം. സുബഹിക്ക് നമ്മൾ ബാങ്ക് കേൾക്കുന്ന രീതിയിൽ എഴുന്നേൽക്കണം. ആ സമയത്ത് ഒളുവോടുകൂടി സുബഹി ബാങ്ക് കേൾക്കണം. അങ്ങനെ ബറക്കത്ത് നമ്മൾ നേടണം. ഈ വരുന്ന പെരുന്നാളിന്റെ രാവിലെ അല്ലാഹു അക്ബർ എന്ന തക്ബീർ നാളെ സുബഹി മുതൽ നമ്മുടെ കേരളക്കരയിലുള്ളവർക്ക് സുന്നത്താവുകയാണ്. അയ്യാമുത്ത ശരീക്കിന്റെ അസർ വരെ, അറഫയുടെ സുബഹി മുതൽ അയ്യാമുത്ത ശരീക്കിന്റെ അറഫ വരെ, അയ്യാമുത്ത ശരീക്കിന്റെ അസർ വരെ സുന്നത്താവുകയാണ്. അതെല്ലാ നിസ്കാരത്തിന് ശേഷവും നമുക്ക് സുന്നത്താണ്. അത് മയ്യത്ത് നിസ്കാരമാണെങ്കിലും ശരി. അതേ സമയത്ത് മുഖയ്യദായ തക്ബീറാണ്. അതുപോലെ തന്നെ മുഖയ്യദല്ലാതെ ഉള്ള തക്ബീറുണ്ട്. ആ തക്ബീർ ഈ മാസം കണ്ട എന്നുമല്ല, ഈ അറഫയുടെ ആ ദിനം കഴിഞ്ഞാൽ പെരുന്നാളിന്റെ ആ മഗ്രിബ് അതങ്ങ് തുടങ്ങി പെരുന്നാളിന്റെ രാവായി കഴിഞ്ഞാൽ അവൻ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നത് വരെ അവനിക്ക് തക്ബീർ അവനിക്ക് എത്രയും ചൊല്ലൽ സുന്നത്താണ്. മുർസലായ രീതിയിൽ ആ തക്ബീർ അവനിക്ക് സുന്നത്താണ്. അതുകൊണ്ട് ചുരുങ്ങിയത് നാളെ നോമ്പ് തുറന്ന് പെരുന്നാളിന്റെ രാവങ്ങ് ആയി തുടങ്ങിയാൽ പെരുന്നാൾ നിസ്കരിക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട മുഹബ്ബീങ്ങളെ 1000 തവണയെങ്കിലും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലക്ഷക്കണക്കിന് വരുന്ന മുഅ്മിനീങ്ങൾ അതാ അറഫയിൽ വെച്ചും മുസ്ദലിഫയിൽ വെച്ചും മിനയിൽ വെച്ചും പരിശുദ്ധമായ ഹറമിന്റെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വെച്ച് അല്ലാഹുവിനിക്ക് തക്ബീർ ചൊല്ലുമ്പോ സാധുക്കളായ നമ്മൾ ആ പടച്ച റബ്ബിന് തക്ബീർ ചൊല്ലിക്കൊണ്ട് പെരുന്നാളിനെ വരവേൽക്കണം. ആ പെരുന്നാളിൽ 1000 തവണയെങ്കിലും തക്ബീർ ചൊല്ലാൻ നമ്മൾ മുതിരണം. അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ.